വന്നിരിക്കുന്ന ഒരു വാർത്ത, കേരളത്തിന്റെ കപ്പൽ പാതയിൽ ഇടവിട്ടുണ്ടായ കപ്പൽ അപകടങ്ങളിൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് നേതൃയോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ പതിവില്ലാത്ത കപ്പൽ അപകടം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ ശേഷം നടക്കുന്നതിൽ ജനങ്ങൾ പലതും സംശയിക്കുന്നു എന്നതാണ് അവരുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ച മറ്റു പല രാജ്യങ്ങളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. കേരളത്തിന്റെ കപ്പൽ പാത സുരക്ഷിതമല്ലെന്ന് വരുത്തി തീർക്കാൻ ഗൂഢശ്രമങ്ങളുണ്ടോ എന്നത് അന്വേഷിക്കണം എന്ന ഒരു ആവശ്യമാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ്, അതായത് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അമൽ സുരേന്ദ്രനിലേക്ക് പോകാം. അമൽ, ഇന്ന് പ്രധാനപ്പെട്ട ഒരു യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ആ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ, നാവികസേനയുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ കോസ്റ്റ് ഗാർഡ്, കേന്ദ്ര ഏജൻസികൾ, കേരള മെരിടൈം ബോർഡ്, ഇവരുടെയൊക്കെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സുപ്രധാന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരേണ്ടതായിരുന്നു. ആ യോഗം ചേർന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ജി.കെ, ഏതായാലും സുപ്രധാനമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ വിളിച്ചു ചേർത്ത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ കപ്പൽ തുടർച്ചയായിട്ട് 15 ദിവസങ്ങൾ ഇടപെട്ടുണ്ടായ ഈ കപ്പൽ അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വിശകലനം തന്നെ നടക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ അല്പം മുൻപ് ജി.കെ പറഞ്ഞ വാർത്തയിൽ ഒരു അപ്ഡേഷൻ നൽകാനുള്ളത്, ഈ ഒരു വിഷയം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ നൽകിയ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക, അത് നമ്മൾ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് തന്നെ നേരിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തെ ഈ ഒരു വിഷയവുമായി ചേർത്ത് ഇപ്പോൾ തൽക്കാലം കാണേണ്ടതില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത് അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാർ പരിശോധിക്കുമെന്നൊരു മറുപടിയായിരുന്നു ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. ഏതായാലും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഒരു മീറ്റിംഗ് ഇന്ന് കൊച്ചിയിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ചെല്ലാമുള്ള വ്യക്തമായ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അത് മാധ്യമങ്ങൾക്കടക്കം ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 1.83 ലക്ഷം കീടനാശിനിയാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഈ കപ്പൽ അതീവ ഗുരുതരമായിട്ടുള്ള ഈ അപകടം ഉണ്ടായപ്പോഴും ഇപ്പോൾ വൻഹായ് 503 എന്ന ഈ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോഴും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ തീരദേശത്തുള്ളവർക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുന്ന, അവരുടെ ഉപജീവനത്തെ ബാധിക്കുന്ന, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടമായി ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ പോകുന്നത്? പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടം എന്ന നിലയിൽ അത് തടയാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു? ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? കപ്പൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? ഇങ്ങനെ തുടങ്ങി ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ഇന്ന് ചേർന്ന ഉന്നത യോഗത്തിൽ നിന്ന് കിട്ടുമോ? തീർച്ചയായിട്ടും ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കപ്പലുകൾക്കും കാര്യമായിട്ടുള്ള കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്നൊരു വസ്തുതയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് 20 വർഷത്തിലധികം കാലപ്പഴക്കം ഉണ്ടായിരുന്ന കപ്പലുകളായിരുന്നു ഇത്. അപ്പോൾ ഈ ആദ്യത്തെ ഉണ്ടായിരുന്ന എൽസ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് അതിന് വിലയിരുത്തുന്നത് ഇതിന്റെ ബലാസ്റ്റിൽ ഉണ്ടായിരുന്ന ചില തകരാറുകളാണ് ആ കപ്പൽ മറിയുന്നതിനുള്ള കാരണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു കപ്പൽ അപകടത്തിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നറിൽ തീ പടർന്നു പിടിക്കുകയും പിന്നീട് അത് മറ്റു ഭാഗങ്ങളിലേക്ക് പരക്കുകയും നമ്മളിന്ന് ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. 24 പുറത്തുവിട്ട ദൃശ്യങ്ങളിലെല്ലാം അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. കടലിനാകെ തീ പിടിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അത്രയുമേൽ അതീവ ഗുരുതരമായിട്ട് ഈ കപ്പലിലേക്ക് തീ പിടിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.